വിചാരിച്ചതുപോലെയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് പോകുന്നത്. അതിർത്തി കടന്നുള്ള പിന്തുണ ഇപ്പോൾ CJP അഥവാ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ലഭിക്കുന്നു. അതും ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയാണ് കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ലഭിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇത്തരത്തിലൊരു ലെറ്റർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ആ ലെറ്റർ തങ്ങളുടേതല്ല എന്ന് പറഞ്ഞ് ഇവർ, അതായത് ബംഗ്ലാദേശിലുള്ള ജമാഅത്തെ ഇസ്ലാമി അത് നിരസിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ നമ്മുടെ ദേശീയ മാധ്യമങ്ങളെല്ലാം പറയുന്നത് അതിർത്തി കടന്നുള്ള പിന്തുണ ഇവർക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ജന്തർ മന്തർ പ്രതിഷേധത്തോടുള്ള ബംഗ്ലാദേശ് ജമാഅത്തിന്റെ നിരുപാധിക ഐക്യദാർഢ്യം വിദേശ ഇടപെടലിനെ തുറന്നു കാണിക്കുന്നു എന്നാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളടക്കം പറയുന്നത്. ഒരു വിദേശ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര സംഘടനയുടെ അഭ്യർത്ഥിക്കാതെയുള്ള പിന്തുണ ഇന്ത്യൻ നയതന്ത്ര സുരക്ഷാ വൃത്തങ്ങളിൽ അമ്പരപ്പാണ് ഉണർത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ബാഹ്യ ഇടപെടലായി ഇതിനെ കാണുന്നു. വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ ഇതുവരെ ഒരു പ്രസ്താവന ഇറക്കിയിട്ടില്ല. ജന്തർ മന്ത്രിൽ നടക്കുന്ന കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ആ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് പൂർണ്ണവും നിരുപാധികവുമായിട്ടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി ഒരു ഔപചാരിക കത്ത് പുറത്തിറക്കിയിരിക്കുകയാണ്. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ വിദേശ ഇടപെടലുകൾ ആശങ്കാജനകമാണ്. ഇന്ന് തീയതി നിശ്ചയിച്ചിരിക്കുന്ന ആശയവിനിമയം ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന ധീരമായ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുകയും അവരുടെ പ്രകടനങ്ങളെ നീതിക്കായുള്ള വിശാലമായ പോരാട്ടമായി കാണുകയും ചെയ്യുകയാണെന്നുള്ളതാണ്. ഈ കത്ത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരണത്തിൽ വന്നതിന് പിന്നാലെ ഈ ബംഗ്ലാദേശ്, അതായത് ഈ ബംഗ്ലാദേശി ജമാഅത്തെ ഇസ്ലാമി അവരുടെ ട്വിറ്റർ ഹാൻഡിലിൽ ഇത് ഞങ്ങളുടെ കത്തല്ല എന്നൊക്കെ പറഞ്ഞ് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ അങ്ങനെയല്ല ഇതിനെ വ്യാഖ്യാനിക്കുന്നത് എന്നുള്ളതാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.